ഹലോ ഗായ്സ്, അടിപൊളിയല്ലേ? അങ്ങനെ ഇന്നൊരു ഔട്ടിംഗ് ദിവസത്തെ വാട്ടേറ്റിനിടെയാണ് രാവിലെ തന്നെ ഹോസ്റ്റലിൽ നിന്ന് കഴിച്ചിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. നൂഡിൽസ് ആയിരുന്നു കേട്ടോ കഴിക്കാൻ. പിന്നെ ഒരു 9 മണിയായപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഊബർ എടുത്ത് ഞങ്ങൾ അങ്ങ് ഇറങ്ങി. കാരണം 1 മണിക്ക് ഞങ്ങൾക്ക് തിരിച്ച് കയറണേ. കുറച്ച് ഞങ്ങൾ അവിടെ കറങ്ങിയാണ്. ഒരു 12 മണിയൊക്കെ ആയപ്പോൾ നല്ല ദാഹം. അപ്പം കരുതി കടയിൽ കയറി ജ്യൂസ് വാങ്ങാം. ഞങ്ങൾ നേരെ വിട്ട് ലസ്സി ജൂമിലോട്ടായിരുന്നു കേട്ടോ. അവിടെ ഒരു മലയാളിച്ചേട്ടനാണ് നിൽക്കുന്നത്. പിന്നെ കുറെ നേരം അവിടുത്തെ മെനു നോക്കിക്കൊണ്ടിരുന്നു. എന്ത് കുടിക്കണം ലാസ്റ്റ് ഒന്ന് തീരുമാനിച്ച്. അപ്പോൾ ഇതിനാണ് സമയം കണ്ടത്. വേറെ നല്ല സമയം പൊക്കോണ്ടിരിക്കും. എന്റെ കിട്ടാൻ ലേറ്റ് ആവും അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പിന്നെ ഒന്നും നോക്കിയില്ല. പാഴ്സൽ അങ്ങ് വാങ്ങിച്ചു. ആദ്യം കരുതി ബസ് കയറി പോവാം. പിന്നെയാണ് കണ്ടത് സമയത്തിന്റെ പോക്കും അതേപോലെ തന്നെ ബസ് വരാത്ത ലേറ്റും. പിന്നെ ഒന്നും നോക്കിയില്ല, കണ്ണും മൂട്ടി ഊബർ അങ്ങ് ബുക്ക് ചെയ്തു. അതിന്റെ ഇടയ്ക്ക് എടുത്തിട്ട് കോള് നിനക്ക് മന്തി വേണമെന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, മന്തിയും മേടിച്ചു. റൂമിൽ വന്ന് കയറിയത് മന്തി കിട്ടി. അതും കറക്റ്റ് ചെസ്റ്റ് പീസ് തന്നെ എനിക്ക് കിട്ടി. ആ പീസും ആ മന്തിയും കൂടി ചുട്ടിപ്പിടിച്ചൊരു പിടി പിടിച്ചാണ്ടല്ലോ എന്റെ സാറേ ആ കിളി അങ്ങ് പോയി. അതും കഴിച്ചിട്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. 5 മണിയാകുമ്പോൾ ഒരിത്തിരി വിളി. ഇപ്പം നമുക്ക് പുറത്ത് പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാമെന്ന്. പിന്നെ ഞാൻ ഒന്നും നോക്കിയിട്ട് ഞാൻ ഇറങ്ങി. ആദ്യം എൻ്റെ കണ്ണ് വെട്ടി ഇതിനകത്തോട്ടായിരുന്നു. പിന്നെ അതും കഴിച്ചിട്ട് അതിലൂടെ ഞങ്ങളൊരു കബാബ് മേടിച്ച് അതും കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ അവളും കൂടി വാക്കുകാർക്കവായി. വേറൊന്നുമല്ല, ഇത് 50 രൂപയ്ക്ക് വേർത്താണോ? എന്തായാലും വേറൊന്നും ഞാൻ നോക്കില്ല. അതിന് 2 പിടിയൊന്നും പിടിച്ചു. പിന്നെ അവിടുന്ന് ഞങ്ങൾ സ്ഥിരം സ്പോട്ടിലോട്ട് വിട്ട്. വേറൊന്നുമില്ല, നമ്മുടെ പരിപ്പ് കട. അവിടെ ചെന്നപ്പോൾ കോളേജിൽ മിക്ക എണ്ണം ഉണ്ടായിരുന്നു. എന്താണെന്ന് അറിയില്ല, ഇന്ന് നല്ല വിശപ്പായിരുന്നെന്ന് തോന്നുന്നു. പിന്നെ ഓപ്പോസിറ്റ് കടയിൽ കയറി ഞങ്ങളൊരു ബാദുഷയും ഒരു തേമുട്ടായും മേടിച്ച് കഴിച്ച് ഇന്നത്തെ നിർത്തി.